നമസ്കാരം. ഞാൻ ഡോക്ടർ ഫാരിസ്. ഞാൻ കൺസൾട്ടൻറ്റ് സർജൻ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂർ. ഇന്ന് ഇവിടെ ഈ വീഡിയോ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ പേഷ്യൻസിനോ വേണ്ടി മാത്രമല്ല, എൻ്റെ കൊളീഗ് ഡോക്ടേഴ്സിനും കേട്ടാലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആര് കേൾക്കാനും ആർക്കും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ബേസിക്കലി ഇന്ന് ഇത് തുടങ്ങാനും കാരണം എൻ്റെ കഴിഞ്ഞ 2-3 വീക്സ് എൻ്റെ ഒ പി ഷെഡ്യൂൾ, സാധാരണ നമ്മുടെ ഒ പി ഷെഡ്യൂൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വാരിക്കോസ് വെയിൻസിൻ്റെ ഒരു 30-40 പേഷ്യൻസ് ഡെയിലി ഒ പി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഈ വാരിക്കോസ് വെയിൻസ് നമ്മൾ സാധാരണ ഇരുന്ന് നല്ല ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ പ്രൊസീജിയർ അല്ലെങ്കിൽ എന്താണ് ഏത് ഗ്രേഡ് വെയിൻസ് ആണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് എൻ്റെ ഒ പി ഡിയിൽ പേഷ്യൻസ് എല്ലാം വന്നിട്ട് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് വാരിക്കോസ് വെയിൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഡോക്ടർ പിന്നെ എന്തിനാ എത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എല്ലാം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് 2 മണിക്കൂർ എടുക്കും പ്രൊസീജിയർ ചെയ്യാൻ, ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നൊക്കെ ഡോക്ടർ എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ പേഷ്യൻസ് ഡൗട്ട്, ഒരു 10-20% പേഷ്യൻസ് ചോദിക്കുന്നുണ്ട്. അവരുടെ മെയിൻ കൺസേൺ അതാ, 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ എന്തിനാ ഇത്രയും ടൈം എടുക്കുന്നത്, വേറെ അപ്പം നിങ്ങൾക്ക് ആ പ്രൊസീജിയർ അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പേഷ്യൻ്റ് തന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു കൺസേൺ ആയിട്ട് തോന്നി. ബേസിക്കലി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം പുതിയ പ്രൊസീജിയേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പേഷ്യൻ്റ്. അപ്പം അതെല്ലാം അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ പേഷ്യൻ്റ് എടുത്ത് ഈ 15 മിനിറ്റ്സിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിന് ഏതൊക്കെ പേഷ്യൻ്റാണ് അത് വേണ്ടത്, ഏതൊക്കെ ഗ്രേഡിനാണ് വേണ്ടത്, ആർക്കൊക്കെ ഉപയോഗപ്പെടും എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ ടയേർഡായിരുന്നു. ലാസ്റ്റ് ഒരു 2 വീക്സ് അങ്ങനത്തെ ഒരു വോളിയം പേഷ്യൻ്റ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും എല്ലാം കേട്ട് നമ്മൾ ഒ പി തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. ബേസിക്കലി ഇത് വാരിക്കോസ് വെയിൻ്റെ ഈ ഒരു കൺസേൺ നമ്മൾ ആലോചിച്ചിട്ട് പേഷ്യൻസ് കുറേ സോഷ്യൽ മീഡിയയിലെ ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ മുതലേ ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മൾ MBBS സമയത്ത് അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ടുള്ളൊരു 15 ഇയേഴ്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 15-20 ഇയേഴ്സ് ഓഫ് ടൈമിൽ നമ്മൾ പണ്ടൊക്കെ വാരിക്കോസ് വെയിനെ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻറ്റിനെ നമ്മൾ ഒ പി തന്നെ വരുമ്പോൾ നിർത്തി നോക്കാറുണ്ട്, കിടത്തി നോക്കാറുണ്ട്, അതുപോലെ തന്നെ ചുമപ്പിച്ച് നമ്മൾ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് എങ്ങനത്തെ വാരിക്കോസ് വെയിനാണ്, ഏത് ഗ്രേഡാണ് എന്നെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ യൂഷ്വലി അതിൻ്റെ ഒരു പ്രോപ്പർ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പേഷ്യൻ്റെ അടുത്ത് ഇതുപോലെ പ്രൊസീജിയർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ സമയം ഇപ്പോൾ നമ്മൾ കുറേ ആൻസറിങ്, നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം, അല്ലെ വാരിക്കോസ് വെയിന് ഇന്ന ഫുഡ് കഴിക്കാവോ, വാരിക്കോസ് വെയിൻ ഇന്നത് ചെയ്യാവോ, പേഷ്യൻ്റെ ഡൗട്ട്സും ഇതും കുറേയൊക്കെ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയോ കണ്ട് അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മിക്കവാറും ടൈം സ്പെൻഡ് ചെയ്യുന്ന വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് ഈ ഒരു കൺസേണോടെ വന്ന് നമ്മൾ പറഞ്ഞു ടൈം സ്പെൻഡ് ചെയ്യുന്ന ലാഗിങ് കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആക്ച്വലി പറഞ്ഞ ഒ പി ടൈം എല്ലാം കഴിഞ്ഞ് ഒരുപാട് സമയം വൈകിയാണ് വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് ആക്ച്വലി ഈ ലാസ്റ്റ് ഒരു 1 വീക്ക് മുന്നേ വീട്ടിൽ ചെന്ന് എൻ്റെ മദർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. ഒരുപാട് ലേറ്റ് ആയാലും ഉറങ്ങാതിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കാലിന് നല്ല വേദന, വെയിൻസ് കാണുന്നുണ്ട്, വാരിക്കോസ് വെയിൻ കാണുന്നുണ്ട്, ഇത് 15 മിനിറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നീ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, എന്നെ ഞാൻ കൊണ്ടുപോയി ഇത് ട്രീറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് കൺസേൺ ആയി, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി. കാരണം വെച്ചാൽ ഏത് പേഷ്യൻ്റാണ് എന്ത് ചെയ്യേണ്ടതെന്ന്, എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു കൺസേൺ ആയിട്ട് തോന്നിയപ്പോഴാണ് ഞാനും വിചാരിച്ചു നമുക്കൊരു വീഡിയോ ചെയ്യാം. ബേസിക്കലി പേഷ്യൻസ് വന്ന് ചോദിക്കുമ്പോൾ, ഒരുപാട് പേഷ്യൻസ് വന്ന് ചോദിക്കുന്നതൊക്കെ ഒരു വീഡിയോയിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടാൻ കഴിയുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മളൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബേസിക്കലി വാരിക്കോസ് വെയിൻസ് പലതരമുണ്ട്. വാരിക്കോസ് വെയിൻ നമ്മൾ ഗ്രേഡ് ചെയ്യും. ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ C1 to C6 വരെ നമ്മൾ പഠിക്കുമ്പോഴും പലതരം ഗ്രേഡ്സ് ഉണ്ട് വാരിക്കോസ്. നമ്മൾ സാധാരണ പറയത്തില്ലേ ക്യാൻസറിന് ഇത്ര സ്റ്റേജ് ഉണ്ട്, 1, 2, 3 സ്റ്റേജ്, 4th സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അത് എല്ലായിടത്തും വ്യാപിച്ചു എന്നൊക്കെ പറയുന്ന പോലെ വാരിക്കോസ് വെയിനിന് നമുക്കൊരു ഗ്രേഡ് 1 to ഗ്രേഡ് 6 വരെ സ്റ്റേജസ് ഉണ്ട്. അപ്പം ബേസിക്കലി ഈ സ്റ്റേജസിലൂടെ ഏതിലാണ് നമ്മൾ പേഷ്യൻറ്റ് പോകുന്നതെന്നുള്ളത് നമ്മൾ യൂഷ്വലി ക്ലിനിക്കിൽ വെച്ച് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് ഗ്രേഡാണ് പേഷ്യൻറ്റിന് എന്ത് റീസൺ കൊണ്ടാണ് വാരിക്കോസ് വെയിൻ വന്നത്, പേഷ്യൻ്റെ വെയിറ്റ് ആണോ, പേഷ്യൻറ്റിന് നിൽപ്പ് ജോലിയുടെ വിഷമം കൊണ്ടാണോ, ചില പേഷ്യൻ്റ് പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്യും, ചില പേഷ്യൻറ്റ് പണ്ട് മുതലേ കൊച്ചിലേ മുതലേ ഉള്ള വെയിൻസ് വാരിക്കോസ് വെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ പലതരം വാരിക്കോസ് വെയിൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലിനിക്കിൽ വന്ന് അത് കണ്ട് അത് ഏത് ഗ്രേഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എന്താ പ്രൊസീജിയർ വേണ്ട എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പേഷ്യൻറ്റിന് ഇന്നത് വേണം, ഇന്ന ഗ്രേഡിന് ഇന്നത് വേണം എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക ചെയ്യാറ്. എന്നിട്ട് ആ പേഷ്യൻറ്റുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ള ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പറയാം എനിക്കൊരു പ്രൊസീജിയർ അറിയാം, ശരി എനിക്കിങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നൊരു പ്രൊസീജിയർ അറിയാം എന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും ആ പ്രൊസീജിയർ അവർക്ക് ഓഫർ ചെയ്യുന്നത് ആക്ച്വലി പറഞ്ഞാൽ നല്ലതല്ല.
ബേസിക്കലി ഈ പേഷ്യൻ്റ് വരുന്നത് നമ്മൾ ഷോപ്പ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ഷോപ്പിംഗ് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റ് ചെയ്യുന്ന പോലെയല്ല. പേഷ്യൻസ് എല്ലാം വിഷമിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ ഹോസ്പിറ്റലിലോട്ട് വരത്തുള്ളൂ. ഈ വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ കെയർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ കടമയാണ്. പക്ഷേ ഡോക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പ്രൊഫഷണലി ഡോക്ടേഴ്സ് തന്നെയല്ല, മെഡിക്കൽ സൈഡ് എന്തെങ്കിലും നോളജുള്ള ചെറിയ ഗ്രൂപ്പ് ആൾക്കാർ തന്നെ അവർക്കറിയാവുന്നൊരു പ്രൊസീജിയർ ഈ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഡിസീസ്, ഒരുപാട് തരം വെയിൻസ് ഉള്ള ആൾക്കാർ വരുമ്പോഴും അവർക്ക് ഒരേ ഒരു ഓപ്ഷൻ, എനിക്കറിയാവുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഇതാണ്, ഇത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ പേഷ്യൻറ്റിന് അത് ആപ്റ്റ് ആവത്തില്ല. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻറ്റിന് മാത്രമായിരിക്കും ചിലപ്പോൾ അത് എഫക്റ്റീവ് ആവുന്നത്. ബാക്കിയുള്ള പേഷ്യൻ്റ് ഇതിൽ പൈസ ചിലവാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവർക്ക് അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മൾ ഡിസൈഡ് ചെയ്യുക, പേഷ്യൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇന്നതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത തിരിച്ച് റിക്കറൻസ് വരാനുള്ള ചാൻസസോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രൊസീജിയർ ഓഫർ ചെയ്യാനായിട്ട്. ഇന്നതെനിക്കറിയാം, ഇപ്പോൾ എനിക്ക് ലേസർ അറിയാം, വീനോസീൽ അറിയാം, നമ്മൾ പറയത്തില്ലേ ഈ സീൽ ചെയ്ത് വിടുന്ന വീനോസീൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ അറിയാം, പക്ഷേ എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ, അത് മാത്രമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പേഷ്യൻറ്റിന് റിസൾട്ട് ഇല്ലാതാവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഡോക്ടേഴ്സിനോടുള്ള ഒരു വിശ്വാസം പേഷ്യൻ്റ് നഷ്ടപ്പെടുക. ബേസിക്കലി ആ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ തുടക്കം പറഞ്ഞത്, ഇത് ഡോക്ടേഴ്സിനും കൂടെ ഉള്ളതാണ്. ബേസിക്കലി നമ്മൾ ഓഫർ ചെയ്യുമ്പം, പേഷ്യൻ്റ് ഓഫർ ചെയ്യുമ്പം ഏത് ഗ്രേഡുള്ള കേസാണ്, ഏത് ഗ്രേഡുള്ള വാരിക്കോസ് വെയിൻ ആണ്, അതിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളത് പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ഈ പ്രൊസീജിയർ അറിയത്തില്ല. ഇപ്പോൾ ശരി, അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ലാപ്രോസ്കോപ്പി മാറി, റോബോട്ടിക്കായി, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ് എല്ലാം മാറി, ഓരോ പുതിയ കാര്യങ്ങളായി. പക്ഷേ ഈ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പേഷ്യൻറ്റിന് മേലെ യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ മെഡിക്കൽ സൈഡിലാണെങ്കിൽ തന്നെ എല്ലാം പേഷ്യൻറ്റിന് മേലെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യണം, അല്ലാതെ സോഷ്യൽ മീഡിയ അല്ല ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മൾ സോഷ്യൽ മീഡിയ കേൾക്കുന്ന സാധനം വന്നിട്ട് നമുക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റ് വന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ജൂനിയർ ഡോക്ടേഴ്സ്, ഇപ്പോൾ പുതുതായിട്ട് വരുന്ന അടുത്ത ജനറേഷനിലുള്ള ഡോക്ടേഴ്സ് ഇത് കേട്ടിട്ട് ഇത് ചെയ്യാനായിട്ട് ടെംപ്റ്റഡ് ആവും. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പേഷ്യൻറ്റിന് വേണ്ടതല്ല ചെയ്യുന്നത്, പേഷ്യൻറ്റ് ചോദിക്കുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് വേണ്ട റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാൻ ഇതെല്ലാം ഓരോ പേഷ്യൻ്റെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എവറി പേഷ്യൻ്റ് വന്നിട്ട് നമ്മൾ ഇതുപോലെ ചോദിക്കുമ്പോൾ, ഇതുപോലുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഇതാണ് ഈ പ്രൊസീജിയർ, ഇന്ന ആൾക്കാണ് പറ്റുക, നമുക്കും ചെയ്യാൻ അറിയാം. പക്ഷേ വരുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കത് പറ്റത്തില്ല, നമുക്കത് വേറെ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും എന്നുള്ള നമ്മൾ എല്ലാവർക്കും ഇതേപടി നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഡോക്ടേഴ്സ് തന്നെ പേഷ്യൻ്റെ അടുത്ത് മാറ്റി പറയാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സൈഡിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോസ് ഇടുകയാണ്, യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ നമ്മളെ കയ്യിലുള്ള പ്രൊസീജിയർ എല്ലാ ഒരു ട്രീറ്റ്മെൻറ്റിനും ഇത് മതി എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുക. ഒന്നത് ഇത് ഈസി, ഇപ്പം പേഷ്യൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അവർ വിചാരിക്കുന്നത് വെച്ചാൽ എനിക്ക് നാളെ ജോലിക്ക് പോവാം, പ്രൊസീജിയർ ചെയ്തിട്ട് പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാം, ജിമ്മിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അടുത്ത ദിവസം തന്നെ ജിമ്മിൽ പോകാനായിട്ട് ഉള്ള പേഷ്യൻ്റ് ഉണ്ടാവും. ചില കേസുകൾ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് വിടാൻ പറ്റുന്ന കേസുകൾ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ പറയുമ്പം അങ്ങനെയല്ല പറയുന്നത്. വാരിക്കോസ് വെയിനിന് ഇന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇത് നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്ത് വിടാം എന്ന് പറയുമ്പോൾ പേഷ്യൻസിൻ്റെ ഒരു പേഷ്യൻസ് ഇത് കേട്ടിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഡോക്ടറെ, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എന്താവും, അതിൻ്റെ കോസ്റ്റ് തിരക്കുന്നില്ല. ബേസിക്കലി അതിൻ്റെ കോസ്റ്റും അതിനകത്ത് അവർക്ക് ഇൻഫർമേഷൻ ഇല്ല, ആർക്കാണ് വേണ്ടതെന്ന് ഇൻഫർമേഷൻ ഇല്ല, ഏത് ഗ്രേഡിനാണ് വേണ്ടതെന്ന് ഇൻഫർമേഷൻ ഇല്ല, ഏത് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻറ്റിനാണ് വേണ്ടതെന്ന് ഇൻഫർമേഷൻ ഇല്ല, ഇതൊന്നും ഇല്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് 15 മിനിറ്റ്സ് കൊണ്ട് ട്രീറ്റ് ചെയ്യണം എന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് ഗ്രൂപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ബേസിക് ഇതായിട്ടൊരു ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പം നമുക്ക് പേഷ്യൻറ്റിന് അത് യൂസ്ഫുൾ ആവുമെങ്കിൽ മാത്രം, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഇന്ന പേഷ്യൻറ്റിന് മാത്രമേ അത് യൂസ്ഫുൾ ആവുള്ളൂ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ബേസിക് വേറൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം നമ്മൾ യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്. ചില പേഷ്യൻസിന് ഒരൊറ്റ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചിലപ്പം ശരിയാവത്തില്ല. വാരിക്കോസ് വെയിൻ കാണുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇതറിയാം. വാരിക്കോസ് വെയിൻസ് ഡെയിലി കാണുന്ന ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വാരിക്കോസ് വെയിൻ പലതരങ്ങളുണ്ട്. ചിലത് വാരിക്കോസ് വെയിൻ മാത്രം ട്രീറ്റ് ചെയ്താൽ മാറാത്ത അസുഖങ്ങളുണ്ട്. ചിലത് നമ്മൾ സ്കിന്നിൻ്റെ ഡിസീസസുമായിട്ട് വരുന്നവരുണ്ട്. കാലിന് എന്ത് പ്രശ്നം വന്നാലും
അത് വാരിക്കോസ് വെയിൻ ആണെന്നും പറഞ്ഞ പേഷ്യൻ്റ് വരുന്നവരുണ്ട്. നമ്മളത് ഡിസൈഡ് ചെയ്ത് നമ്മളത് എന്താണെന്ന് സെലക്ട് ചെയ്ത് വാരിക്കോസ് വെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ വാരിക്കോസ് വെയിൻ്റെ ട്രീറ്റ് ചെയ്താൽ ആ പേഷ്യൻറ്റിന് കംഫർട്ടബിൾ ആയിട്ട് വരും, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് അസുഖം മാറും എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം ഓഫർ ചെയ്യുക. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ഇന്ന ആൾക്ക് കൊടുത്ത് അവർ എന്തായാലും നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ബേസിക്കലി അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇത് പേഷ്യൻസിൻ്റെ വിശ്വാസം കുറയുകയും നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ചെയ്യുന്ന കാര്യം കൊണ്ട് മറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ മാർക്കറ്റിംഗ് സൈഡിൽ ഒഴിവാക്കാൻ തന്നെ വേണം. പിന്നെ ഈ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഇല്ലേ എന്ന് ചോദിക്കും ചില പേഷ്യൻ്റ്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ചോദിക്കും ഡോക്ടർക്ക് അത് അറിയാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ബേസിക്കലി ഈ പുതിയ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഡോക്ടർക്ക് അത് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും ഇത്രയും പറയുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബേസിക്കലി നമ്മൾ പ്രൊസീജിയേഴ്സ് അറിയാം, സ്റ്റിൽ നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ഈ പറയുന്ന 15 മിനിറ്റ്സിൽ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മളും ചെയ്യുന്നുണ്ട്. വീനോസീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്ലൂ പോലെ വെയിൻസിനെ ഒട്ടിച്ച് കളയുന്ന പ്രൊസീജിയറിനാണ് ഈ പറയുന്ന 15 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന പ്രൊസീജിയർ. പക്ഷേ ഇത് ഓഫർ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിനെ സെലക്ട് ചെയ്തേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കോസ്റ്റ് സൈഡ് പറയണം. കോസ്റ്റ് മറ്റ് പ്രൊസീജിയറിനെക്കാട്ടി നല്ല കോസ്റ്റ് വരും. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പേഷ്യൻസിന് ഇൻഷുറൻസ് ഉള്ള പേഷ്യൻറ്റോ അല്ലെങ്കിൽ അഫോർഡബിൾ പേഷ്യൻറ്റിനോ ഒക്കെ ആണെങ്കിൽ നമ്മളത് ഓഫർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പേഷ്യൻ്റ് അത് വേണം, അത് ആവശ്യം, അത് ചെയ്താൽ യൂസ്ഫുൾ ആണോ എന്നുള്ളത് നമ്മൾ ഡോക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ബേസിക്കലി അതിനു വേണ്ടിയാണ് വന്നത്. വാരിക്കോസ് വെയിൻ്റെ മിത്സ് ഒരുപാടുണ്ട്. മിത്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഡയറ്റ്, പല ഡയറ്റ് കേട്ടിട്ട് വരുന്നവരുണ്ട്, പലതരം ട്രീറ്റ്മെൻറ്റ്സ് കേട്ടിട്ട് വരുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് കൊണ്ട് കാണിച്ച ഒരു സ്റ്റിക്കർ ഒട്ടിച്ച വാരിക്കോസ് വെയിൻ മാഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കാരണം അവർ അങ്ങനെയാണ് അതിന് വീഡിയോ ഇടുന്നത്. ചുമ്മാ ഒരു സ്റ്റിക്കർ കൊണ്ട് കാലിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ വാരിക്കോസ് വെയിൻ അങ്ങ് ഡിസപ്പിയർ ചെയ്യുക. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരട്ടെ, ഞാൻ വെൽക്കമിങ്ങാണ്. പക്ഷേ അത് നമുക്ക് റിസർച്ചിലും പല ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമ്പം അതിൻ്റെ റിസർച്ചും അതിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡിയും ഒക്കെ നടത്തിയിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻ്റ് ഓഫർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നാൽ ഡെഫിനറ്റായിട്ടും നമ്മളെല്ലാം വെൽക്കമിങ് ആണ്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ്സ് കംഫർട്ടബിളാണ്, പേഷ്യൻസിന് വേണമെന്നുള്ളത് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്ത് പറയുന്നതിനും വരെ, പ്രത്യേകിച്ച് ഈ കാണുന്ന പല വീഡിയോസുമായിട്ട് പേഷ്യൻസ് വന്ന് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഇങ്ങനെ ചോദിക്കാതിരിക്കുക. നന്ദി.